നമസ്കാരം. കഴിഞ്ഞ ദിവസം PV അൻവറിന്റെ ഒരു പ്രസ്താവന കണ്ടു. അതായത് അൻവറിന്റെ ചില ഉപാധികൾ, UDF മുന്നിൽ വെച്ച ചില ഉപാധികളെ കുറിച്ചുള്ള വാർത്തയും ചർച്ചയും ഒക്കെ കണ്ടു. 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ലഭിക്കണം, അതായത് മന്ത്രിയാകണം എന്നർത്ഥം. പിന്നെ VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റണം, മലപ്പുറം ജില്ല വിഭജിക്കണം, തിരുവമ്പാടി അടക്കമുള്ള മേഖല ഉൾപ്പെടുത്തി പുതിയ ജില്ല വേണം തുടങ്ങിയ കാര്യങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തലയ്ക്ക് നല്ല സുഖമില്ലേ എന്ന് തോന്നിപ്പോ ഇദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. 2026 തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇദ്ദേഹം ഏത് മുന്നണി ജയിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോൾ വ്യക്തമായ ഒരു ധാരണയില്ല. UDF ജയിക്കുമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം പിണറായി സത്തിനെതിരെയാണല്ലോ പോരാട്ടം. ഇനിയിപ്പോൾ LDF ചെല്ലാനാകില്ല, അവർ ഓടിച്ചിട്ടടിക്കും. അപ്പം UDF 2026 ജയിക്കുമെന്നും അന്ന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ഒക്കെ തനിക്ക് വേണം, താൻ മന്ത്രിയാകണം, അതുപോലെ മലപ്പുറം ജില്ല വിഭജിച്ച് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മേഖല ഒക്കെ തന്നെ വേർതിരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം 2026 UDF ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കില്ലല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്തിന്റെ കേടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇദ്ദേഹത്തിന് തലയ്ക്ക് വല്ല തുമ്പുറവുമുണ്ടോ? എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ? ഇദ്ദേഹത്തെ പണ്ട് നവാബ് രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ, നിംഹാൻസ് ബാംഗ്ലൂർ, അവിടെ അയച്ച് ഒന്ന് ചികിത്സിപ്പിക്കുന്നത് നന്നായിരിക്കും. ആരെങ്കിലും അതിന് മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അന്ന് കരുണാകരൻ പിള്ളയെ കുറിച്ച്, ബാലകൃഷ്ണ പിള്ളയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് പിള്ള എന്ന് ചോദിച്ചു. ബാലകൃഷ്ണ പിള്ളയെ അറിയാൻ മേലാത്ത കരുണാകരനെ തീർച്ചയായിട്ടും നിംഹാൻസിൽ കൊണ്ടുപോകണം എന്ന് നവാബ് രാജേന്ദ്രൻ ചോദിച്ചതിനോട് നമുക്ക് യോജിക്കാനേ കഴിയുള്ളൂ. അതുപോലെ 2026 UDF ജയിക്കുമ്പോൾ തനിക്ക് ഇന്ന വകുപ്പുകൾ വേണം. എന്തുകൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞില്ല? എന്നെ മുഖ്യമന്ത്രിയാക്കണം, UDF ഭാഗമായ മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയാത്തത് എന്തായാലും പറയുമ്പം അങ്ങ് ടോപ്പിൽ തന്നെ പറയണം. കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ച് അങ്ങ് മാക്സിമം പറയാവുന്നതിന്റെ അപ്പുറം പറയണം. എന്തായാലും നടക്കാൻ പോകാത്ത കാര്യമാണ്. 2026 ഒരിക്കലും UDF ജയിക്കാൻ പോകുന്നേയില്ല എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോൾ പറയുന്നത്. LDF ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിഭാസത്തെ ആ ഒരു ഏരിയയിൽ അടുപ്പിക്കും എന്ന് തോന്നുന്നുമില്ല. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കാണിച്ചു വെക്കുന്നത്. കൂടെ നിന്ന് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ കൂടെ നിന്ന് കാലുവാരുകയും കൂടെ നിന്ന് പണി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ, അതാരുമാകട്ടെ, പിന്നീട് അവർ കൂടെ ചേർക്കുമോ എന്നറിയില്ല. നമുക്ക് രാഷ്ട്രീയമാണ്, പറയാൻ പറ്റില്ല. എന്തായാലും അൻവർക്കായിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കിട്ടട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. 2026 UDF ജയിക്കുകയും അങ്ങ് വിലപേശൽ നടത്തുകയും ചെയ്ത് VD സതീശനെയും KC വേണുഗോപാലിനെയും K സുധാകരനെയും സണ്ണി ജോസഫിന്റെയും ഒക്കെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ TV വെച്ച് മലപ്പുറം അങ്ങാടിയിൽ പല കാര്യങ്ങളും കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു മുഖ്യമന്ത്രി സ്ഥാനം തന്നെ അങ്ങ് നേടിയെടുക്കണം. അങ്ങ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി PV അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം. അതൊക്കെ തന്നെ സാധിക്കട്ടെ. ആഭ്യന്തരവും വനം വകുപ്പും പിടിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? പിടിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിക്കണം. മന്ത്രിസ്ഥാനമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിക്കാനുള്ള എല്ലാ യോഗ്യതയും PV അൻവർ സാഹിബിനുണ്ട്. അങ്ങ് തീർച്ചയായിട്ടും അത് ചെയ്യണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള മുഖ്യമന്ത്രി PV അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്യാൻ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നുകൂടി PV അൻവറിന്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ ബ്ലാക്ക്മെയിലുകളും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുന്നു.